ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇനി നമ്മളെ ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് 8th ചാപ്റ്ററായ അൾട്രാസോണിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് അക്വസ്റ്റിക്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു എന്താ അൾട്രാസോണിക്സ് എന്ന് നമ്മൾ പറഞ്ഞു. ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് അൾട്രാസോണിക്സ്. സൗണ്ടിനെ നമ്മൾ ഒഡിബിൾ, അൾട്രാസോണിക്, ഇൻഫ്രാസോണിക് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഓക്കെ, ഇൻഫ്രാ സൗണ്ട്, ഒഡിബിൾ സൗണ്ട്, അൾട്രാ സൗണ്ടൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അതാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അൾട്രാസോണിക്സ്. ഓക്കെ, നമ്മളെന്താ അക്വസ്റ്റിക് വേവ്, സൗണ്ട് വേവ്സിനെയാണ് എന്താ അക്വസ്റ്റിക് വേവ്, മെക്കാനിക്കൽ വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്ന സൗണ്ടിനെയാണ് അക്വസ്റ്റിക് വേവ് എന്ന് പറയുന്നത്. നമ്മൾ ഒഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 to 20 Hz, 20 kHz ആണ്. നമ്മളെന്ത് ഒഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20 kHz ആണ്. ഇനി അക്വസ്റ്റിക് വേവ്സ് വിത്ത് ഫ്രീക്വൻസി ലെസ് ദാൻ 20 Hz ആർ കോൾഡ് ഇൻഫ്രാസോണിക്സ്. നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. നമ്മളെ സൗണ്ട് വേവ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു? ഇൻഫ്രാസോണിക്സ്, അതേപോലെ തന്നെ ഒഡിബിൾ, അൾട്രാസോണിക്, അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. ലെസ് ദാൻ 20 Hz ആണ് എന്ത് ഇൻഫ്രാസോണിക്സ്. ഒഡിബിൾ എന്താ 20 to 20 kHz. ഇനി എബവ് 20 kHz ആകുമ്പോഴാണ് എന്ത് ഗ്രേറ്റർ ദാൻ 20 kHz ആകുന്ന സമയത്താണ് എന്ത് വരുന്നത് അൾട്രാസോണിക്സ് വരുന്നത്. ഗ്രേറ്റർ ദാൻ 20 kHz ആകുന്ന സമയത്താണ് എന്ത് വരുന്നത് അൾട്രാസോണിക് വേവ്സ് വരുന്നത്. ഇനി അപ്പോൾ ഓൾറെഡി മനസ്സിലായി എന്താ അൾട്രാസോണിക് വേവ് എന്ന്. അക്വസ്റ്റിക് വേവ് വിത്ത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 kHz ആൻഡ് അക്വസ്റ്റിക് വേവ് വിത്ത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 kHz ആർ കോൾഡ് അൾട്രാസോണിക് വേവ് ഓർ അൾട്രാസൗണ്ട്. അതിന് സൂപ്പർസോണിക്സ് എന്നും പറയും. അക്വസ്റ്റിക് വേവ് വിത്ത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 Hz, 20 kHz ആണ് ഇത് പറയുന്നത് അൾട്രാസോണിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറയല്ലേ, നമുക്ക് മനുഷ്യന്മാർ കേൾക്കാൻ പറ്റാത്ത സൗണ്ട് ചില മൃഗങ്ങൾക്ക്, അതായത് ഡോഗ്, ഡോൾഫിനൊക്കെ കേൾക്കാൻ പറ്റും. ആ തരത്തിലുള്ള അതിനെയാണ് അൾട്രാസോണിക് വേവ് എന്ന് പറയുന്നത്. നമ്മളെ ഹ്യൂമൻ ഇയറിന് അത് കേൾക്കാൻ പറ്റൂല. അത് ആർക്ക് കേൾക്കാം? സം ആനിമൽസ് ലൈക്ക് ഡോഗ്, ബാറ്റ്, ഡോൾഫിനൊക്കെ നമുക്ക് ഇതെന്ത് കേൾക്കാൻ പറ്റും? അൾട്രാസോണിക് വേവ്സ് കേൾക്കാൻ പറ്റും. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന അൾട്രാസോണിക് സൗണ്ടിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ഡിറ്റക്ഷനൊക്കെയാണ്. അതിന് മുമ്പ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ അൾട്രാസോണിക് അൾട്രാസോണിക്സിൻ്റെ ഈ 20 kHz എബവ് ഉള്ള സൗണ്ട് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതേണ്ടത്. ഫ്രീക്വൻസി ഓഫ് അൾട്രാസോണിക് ഈസ് ഗ്രേറ്റർ ദാൻ 20 kHz. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അൾട്രാസോണിക്സ് വേവിന് അല്ലെങ്കിൽ അൾട്രാസോണിക്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണം? നെസസറി എ മീഡിയം പ്രൊപ്പഗേഷൻ എന്താണ്? കമ്പൽസറിയാണ്. ഒരു വാക്വത്ത് കൂടി എന്തിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയില്ല? അൾട്രാസോണിക്കിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയില്ല. എ മീഡിയം ഈസ് നെസസറി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് അൾട്രാസോണിക്. ഇനി അൾട്രാസോണിക് തന്നെ എന്തുണ്ട്? ലോഞ്ചിറ്റ്യൂഡിനലും ഉണ്ട്, ട്രാൻസ്വേഴ്സും ഉണ്ട്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ അൾട്രാസോണിക്കിന് എങ്ങനെയാണ് ട്രാവൽ ത്രൂ സൗണ്ട്, സോളിഡും ഫ്ലൂയിഡും കൂടി ട്രാവൽ ചെയ്യാൻ പറ്റും. ബട്ട് ട്രാൻസ്വേഴ്സ് അൾട്രാസോണിക്കിന് സോളിഡിലൂടെ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ? ട്രാൻസ്വേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അൾട്രാസോണിക് ക്യാൻ ട്രാവൽ ത്രൂ ഡിഫറെൻറ്റ് മീഡിയ വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി. ഓരോ മീഡിയത്തിൽ കൂടി ഓരോ വെലോസിറ്റിയിൽ അൾട്രാസൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാം. അതായത് സോളിഡിൽ അൾട്രാസോണിക്സിൻ്റെ വെലോസിറ്റി വേറെ ആയിരിക്കും, ലിക്വിഡിൽ അൾട്രാസോണിക്സിന് വെലോസിറ്റി വേറെ ആയിരിക്കും. അതേപോലെ നമ്മൾ ഗ്യാസിൻ്റെ കേസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഗ്യാസിൽ അൾട്രാസോണിക്കിൻ്റെ വെലോസിറ്റി വേറെ ആയിരിക്കും. ഇനി സോളിഡിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യങ്സ് മോഡുലസ്. ലിക്വിഡിൻ്റെ കേസിൽ എന്താ? ബൾക്ക് മോഡുലസ്. ഓക്കെ, വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് ഇൻ സൗണ്ട് ഈസ് V is equal to root by rho, where y is the Young's modulus of the material and rho is the density. അപ്പം ലിക്വിഡിൻ്റെ കേസിലാകുമ്പം ഈ റോക്ക് ഇതിന് പകരം എന്താവും? K ആവും, റൂട്ടും ഉണ്ടാവില്ല. ഇതാണ് ഇക്വേഷൻ. ഓരോന്നിനും ഓരോ വെലോസിറ്റിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ എക്സ്പ്രഷൻ മാത്രം കാണാതെ വെക്കുക, പ്രോബ്ലത്തിനൊക്കെ എപ്പോഴും ആവശ്യം വരും കേട്ടോ. അൾട്രാസോണിക് വേവ്സ് ട്രാവൽ ത്രൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയ വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി. വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് വേവ് ഇൻ സോളിഡ് എന്ന് പറയുന്നത് y/ρ ആണ്. അതേപോലെ ലിക്വിഡ് എന്ന് പറയുന്നത് K/ρ ആണ്.
ഓക്കെ, വേർ കെ ഇസ് ദ ബൾക്ക് മോഡുലസ് ആൻഡ് റോ ഇസ് ദി ഡെൻസിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ എന്താ വരുന്നത് അവിടെ ഗാമ പി എന്ന് പറഞ്ഞാൽ ഗാമ ഇസ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് CP/CV. നമ്മൾ പഠിച്ചില്ലേ, പണ്ട് മുതലേ പഠിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഗാമ ഇസ് ഈക്വൽ ടു CP/CV വൈ ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് P ഇസ് ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഈ വെലോസിറ്റിയിലാണ് ഗ്യാസിൽ ട്രാവൽ ചെയ്യുക. ഇനി അൾട്രാസോണിക് വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ലാർജർ ദ ഫ്രീക്വൻസി കൂടുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ വെലോസിറ്റി നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഓരോ മീഡിയത്തിനനുസരിച്ച് വെലോസിറ്റി മാറുന്നു. ഇനി നമ്മൾ അതിൻ്റെ സ്പീഡിനെ പറയുകയാണെങ്കിൽ സ്പീഡിന് എന്തിനനുസരിച്ചാണ് മാറുന്നത്, ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് സ്പീഡിന് വേരിയേഷൻ വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്താണ് തെർമൽ എഫക്റ്റ്. നമ്മൾ ഈ അൾട്രാസോണിക് വേവിനെ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക വിചാരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യണം, ആ വേവിനെ പേപ്പർ ഹീറ്റ് ചെയ്ത് അവിടെ ബേൺ ചെയ്യും. അതിനാണ് തെർമൽ എഫക്റ്റ് വരുന്നത്. അൾട്രാസോണിക് ആർ ഫോക്കസ്ഡ് അറ്റ് എ പോയിൻറ്റ്, ഹീറ്റിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഹീറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ലിക്വിഡിൽ പാസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഹീറ്റ് ആവുകയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ലിക്വിഡിൽ പിന്നെ ലിക്വിഡ് കൂടി പാസ് ചെയ്യുകയാണെങ്കിലും ലോ വിസ്കസ് ലിക്വിഡ് കൂടി പാസ് ചെയ്യാനുള്ള വേറൊരു എഫക്റ്റാണ് സ്റ്റിറിങ് എഫക്റ്റ്. സ്റ്റിറിങ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കുന്നതിനാണ് സ്റ്റിറിങ് എന്ന് പറയുന്നത്. ലോ വിസ്കസ് ലിക്വിഡ് കൂടി പാസ് ചെയ്യുന്ന സമയത്ത് സ്റ്റിറിങ് എഫക്റ്റ് ഉണ്ടാവുകയും അപ്പോൾ സ്റ്റിറിങ് എഫക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്താ പറ്റുന്നത്, അവിടെ എമൽഷൻ ഫോം ചെയ്യുകയും ശ്രമിക്കും. എന്താ സംഭവിക്കുന്നത്, സ്റ്റിറിങ് എഫക്റ്റ് ഉണ്ടാവുകയും അവിടെ എമൽഷൻ ഫോം ചെയ്യുകയും ചെയ്യും. അടുത്താണ് ക്യാവിറ്റേഷൻ എഫക്റ്റ്. എന്താ ക്യാവിറ്റേഷൻ എഫക്റ്റ്? ഫസ്റ്റ് തെർമൽ എഫക്റ്റ്, സ്റ്റിറിങ് എഫക്റ്റ്, അടുത്താണ് ക്യാവിറ്റേഷൻ. വെൻ അൾട്രാസോണിക്സ് ആർ പാസ്ഡ് ത്രൂ ലിക്വിഡ് കണ്ടെയ്നിങ് മൈന്യൂട്ട് എയർ ബബിൾ. നമ്മൾ ചെറിയ എയർ ബബിളുള്ള ലിക്വിഡ് കൂടി എന്ത് പാസ് ചെയ്യുക, അൾട്രാസോണിക് പാസ് ചെയ്യുന്ന സമയത്ത് ആ എയർ ബബിൾ എന്ത് ചെയ്യും, ഗ്രോ ചെയ്യാൻ സാധിക്കും, ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഒരു സെർട്ടൻ പ്രഷർ എത്തുന്ന സമയത്ത് ആ ബബിൾ പൊട്ടും. അങ്ങനെ ആ ബബിൾ പൊട്ടി ആ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് ക്യാവിറ്റേഷൻ എഫക്റ്റ്. അതായത് എവിടെയെങ്കിലും ഒരു ചെറിയ ബബിൾ, ഒരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിനെ വലുതാക്കി ആ ബബിൾ പൊട്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അതിനാണ് ക്യാവിറ്റേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് ലാർജ് ഇൻ ഡെൻസർ മീഡിയം. ലൈറ്റിന് എന്താ വെലോസിറ്റി ഈസ് ഏറ്റവും കുറവ് എവിടെയാണ്, ഡെൻസർ മീഡിയത്തിലാണ്. പക്ഷേ വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് ലാർജ് ഇൻ ഡെൻസർ മീഡിയം. ഇനി അൾട്രാസോണിക്സ് ഒബേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അതായത് സ്നെൽസ് ലോയൊക്കെ എന്ത് ഒബേ ചെയ്യും, അൾട്രാസോണിക് ഒബേ ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനും ഡിറ്റക്ഷനൊക്കെയാണുള്ളത്. ഓക്കെ.